അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂട്യൂബിലെ വരുമാനം നല്ലതാണോ, ആകാത്താണോ, ഹറാമാണോ, ഹലാലാണോ? പല ആൾക്കാരും പല യൂട്യൂബിനിടയിൽ ഉസ്താമ ലൈവിനിടയിൽ കമന്റ് ചെയ്ത് കാണാം. ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങളൊന്നും തീരുമാനിക്കുക എന്താണ് ഹറാമാണോ ഹലാലാണോ എന്ന് പറയുമ്പോൾ മനസ്സിലാകും. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ഇന്ന് പലിശ ചേരാത്ത സമ്പത്തുള്ളവർ വളരെ കുറവായിരിക്കും. പലിശയും ഹറാമും ഒക്കെ കലർന്ന പണമുള്ള ഒരവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാള് നമുക്ക് പണം തന്നാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ, അങ്ങനെ അത് ഹറാമാണെന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് ഈ വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് അതിന്റെ കമന്റുകളും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് സ്ഥലം ലൈവിൽ ഇരുന്ന് കാണാം, അത് ഹറാമല്ലേ, എടുക്കാൻ പറ്റൂല്ലേ എന്നൊക്കെ. എന്നാൽ അത് കേട്ടോളെ, അത് തട്ടിമാറ്റി പോകേണ്ട, നിക്ക്. ഹറാമും ഹലാലും കൈവശമുള്ളവനിൽ നിന്ന് ദാനം സ്വീകരിക്കൽ ഹറാമില്ല. ദാനത്തിനാണെങ്കിൽ സ്വീകരിക്കൽ ഹറാമില്ല, പക്ഷെ കറാഹത്തുണ്ട്. അവന്റെ ധനത്തിൽ ഹറാമിന്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചായിരിക്കും കറാഹത്തിന്റെ ഗൗരവം കൂടുന്നതും കുറയുന്നതും. എന്നാൽ നമുക്ക് നൽകുന്ന പണം തന്നെ ഹറാമായതാണെന്ന് ഉറപ്പായാൽ സ്വീകരിക്കൽ ഹറാം തന്നെയാണ്. ഹറാമും ഹലാലും കൈവശമുള്ളവനോട് സാമ്പത്തിക ഇടപാട് നടത്തലും കറാഹത്താണ്. കൃത്യമായ വിധം അവൻ ഇടപാട് നടത്തിയ വസ്തു തന്നെ ഹറാമാണെന്ന് അറിയുമെങ്കിൽ ഇടപാടും ഹറാമും ബാത്തിലുമാണ്. ഫതവുൽ മുഈന് 186 238 ഈ വിഷയം കാണാം. അപ്പൊ നമുക്ക് ധനം തരുന്നവരുടെയും സാമ്പത്തിക ഇടപാട് നടത്തുന്നവരുടെയും ധനത്തിൽ ഹറാമുണ്ടോ എന്ന് അന്വേഷിക്കൽ നിർബന്ധമില്ല. നമുക്ക് ഹലാലാണോ ഹറാമാണോ അത് അന്വേഷിക്കൽ നിർബന്ധമില്ല. എന്നാൽ പലിശയും ഹറാമുമായ മറ്റു ഇടപാടുകളും കൂടുതലായി ഉള്ളവരുടെ ധനം സ്വീകരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്, ഉത്തമം അതാണ്. നമുക്ക് ലഭിച്ച പണം ഹറാമാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ അത് ഒഴിവാക്കൽ നിർബന്ധവുമാണ്. അപ്പൊ അനുവദനീയമാണെന്ന് നാം വിചാരിച്ച ധനം വിൽപ്പന, ദാനം തുടങ്ങിയ അനുവദനീയമായ വഴികളിലൂടെ നമുക്ക് ലഭിച്ചത് എന്താണ്, ബാഹ്യമായി നല്ല ജീവിതവും നന്മയും ഉള്ള വ്യക്തിയിൽ നിന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രസ്തുതനം എന്താണ്, വാങ്ങുന്ന ധനം നിഷിദ്ധമായ ധനമാണെങ്കിൽ പോലും അതിന്റെ പേരിൽ പരലോകത്ത് നമുക്ക് പ്രശ്നമുണ്ടാവുക ഇല്ല എന്ന് ഇമാം ബഹ്വി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഫതഹുൽ മുഈൻ 232 ഈ വിഷയം നോക്കിയാൽ കാണാം. ഇനി നിങ്ങൾ ഒന്ന് പറയാം, ഈ യൂട്യൂബിലെ വരുമാനം എന്ന് പറയുന്നത് അതില് നല്ല പരസ്യങ്ങളും ഉണ്ടാവും, മോശമായ പരസ്യം ഉണ്ടാവും. അത് ഓരോ നാടിന്, ഓരോ സ്ഥലത്തിനും, ഓരോ രാജ്യത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇത്. ഗൾഫ് കാണുന്ന പരസ്യമായിരിക്കും ഓരോ വീഡിയോയിലും പല ജാതി പരസ്യങ്ങളായിരിക്കും വരുന്നത്. അതിൽ ചിലപ്പോൾ ഹറാം ഉണ്ടാവും, ഹറാം അല്ലാത്തത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ ഈ ഒരു വിഷയം കേട്ടിട്ട് യൂട്യൂബിലെ വരുമാനം ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് അതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടുത്ത എപ്പിസോഡിൽ കൃത്യമായ മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. യൂട്യൂബിൽ വരുമാനം എന്തായിരിക്കും, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാൽ സമ്പാദിക്കാനും ഹലാലിലൂടെ ചിലവഴിക്കാനുള്ള തൗഫീഖും അതിനുള്ള എല്ലാ വഴികളൊക്കെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.